എല്ലാവർക്കും ഐസക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. UGC നെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനമാകുന്ന പേപ്പർ 1ൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ UGC നെറ്റ് സെറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്, ഇക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നൽകി പോരുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്യുകയും കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. പേപ്പർ 1നും സെറ്റിൻ്റെ ജനറൽ പേപ്പറിനും ഏതെല്ലാം ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടോപ്പിക്കുകൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തു തരുന്നതാണ്. സ്കൂൾ ലെവലിലെ കുട്ടികൾക്കുള്ള ക്വിസ് കോമ്പറ്റീഷൻ മത്സരങ്ങളും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. LSS USS വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളും ഐസക് എന്ന ചാനലിലൂടെ നൽകി പോരുന്നുണ്ട്. UGCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നെറ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ നമുക്കൊന്ന് ആരംഭിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഒരു ഗൈഡായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും കൂടാതെ വൈവ, ഇൻ്റർവ്യൂ എന്നിവ പ്രിപ്പയർ ചെയ്യുന്നവർക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. A researcher divides his population into certain groups and he fixes the sizes of sample from each group. It is called a quota sampling. A researcher divides his population into certain groups and from the size of sample from each group. It is called quota sampling. സാമ്പിളിംഗ് തിയറിനെ കുറിച്ചും അതിൻ്റെ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചുമുള്ള ക്ലാസ്സുകൾ ഞാൻ ഇതിനു മുൻപ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണുന്നതാണ്. എക്കണോമിക്സുകാർക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് പേപ്പറിൽ സാമ്പിളിംഗ് തിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സും എക്കണോമെട്രിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസുകളിൽ വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പിളിംഗ് തിയറിയുടെ ക്ലാസ്സുകൾ കാണേണ്ടതാകുന്നു. Next one. Which of the following is an example for non-probability sampling? Option A, quota sample. Option B, simple random sampling. Option C, purposive sampling. Now option D, both A and C. The answer is both A and C. That is quota sampling and purposive sampling. Then next one, 4 problematic situations are given below. A student abnormally ഒരു പ്രോബ്ലമാണിത്. A student is abnormally withdrawing in nature. Second one, a considerable number of students always score low in your subject and students make disturbances in your class. And fourth one, in spite of warning, the students of the class are irregular with assignments. Which of the following problems we require action research? ഇതിൽ ആക്ഷൻ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് ഏതെല്ലാമാണെന്നാണ്. ഇത് സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആക്ഷൻ റിസർച്ച് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ്? വൈ ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത്, ദാറ്റ് ഈസ് വൈ സ്റ്റുഡൻസ് സ്കോർ ലോ ഇൻ സബ്ജക്റ്റ് ആൻഡ് ഇറഗുലർ അസൈൻമെൻറ്റ്സ്. ഈ രണ്ട് പ്രോബ്ലംസിന് അനലൈസ് ചെയ്യാനായിട്ടാണ് ആക്ഷൻ റിസർച്ച് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാം. എന്താണ് ആക്ഷൻ റിസർച്ച്? ആക്ഷൻ റിസർച്ച് മീൻസ് റിസർച്ച് ഗിയർഡ് ടുവേർഡ്സ് ദ സയൻറ്റിഫിക് സൊല്യൂഷൻ ടു ദ ക്ലാസ് റൂം പ്രോബ്ലംസ്. റിസർച്ച് ഗിയർഡ് ടുവേർഡ്സ് ദ സയൻറ്റിഫിക് സൊല്യൂഷൻ ടു ദ ക്ലാസ് റൂം problems. Next one, lack of consistency in research in finding. എങ്ങനെയാണ് റിസർച്ചിൽ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി വരുന്നത്? ബിക്കോസ് ഓഫ് lack of reliability and lack of validity. Because of the lack of reliability and lack of validity. Next one, inferential statistics is based on both inductive reasoning and deductive reasoning. Inferential statistics is based on both deductive reasoning and inductive reasoning. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ചുള്ള മെത്തഡോളജിക്കൽ ഓഫ് എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണേണ്ടതാകുന്നു. നെക്സ്റ്റ് വൺ, റിസർച്ച് ഈസ് ഡൺ ഫോർ. ഇതും സെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ്. എന്താണ് ആഡിങ് ടു ദ existing knowledge? Sorry for the disturbance in the class. Adding to the existing knowledge in your class.
Next one, what is next one? What is educational research? Educational research is a scientific inquiry to the clear hunches. ഇത് അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചോദിക്കാം, കാരണം കൈൻഡ്സ് ഓഫ് റിസർച്ചിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൈൻഡ്സ് ഓഫ് റിസർച്ച്, ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ചും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ റിസർച്ച് ഈസ് എ സയൻറ്റിഫിക് എൻക്വയറി ടു ക്ലിയർ ഹഞ്ചസ്. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ ഗുഡ് റിസർച്ച് ഓൾവേസ് ബിഗിൻസ് ടു വിത്ത്. ഞാൻ നെറ്റ് എഴുതിയപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. എ ഗുഡ് റിസർച്ച് ഓൾവേസ് ബിഗിൻസ് വിത്ത് ഒറിജിനൽ ഡേറ്റ. എ ഗുഡ് റിസർച്ച് ഓൾവേസ് ബിഗിൻസ് വിത്ത് ആൻ ഒറിജിനൽ ഡേറ്റ. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റിവിറ്റി ഓഫ് റിസർച്ച് ഇംപ്ലൈസ് ദാറ്റ്. ഇതും ഞാൻ ഞാൻ നെറ്റ് എഴുതിയപ്പോഴുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Objectivity of research implies that methodological sophistications. Objectivity of research implies that methodological sophistications. Next one, this research guide requires the following of essential characteristics. The research guide requires the following of essential characteristics. ഏതെല്ലാമാണ്? സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ടൈസ്, മെത്തഡോളജിക്കൽ എക്സ്പെർട്ടൈസ്, ഇൻ്റർഡിസിപ്ലിനറി എക്സ്പെർട്ടൈസ്. ഏതൊക്കെയാണ്? സബ്ജക്റ്റ് മാറ്റർ എക്സ്പെർട്ടൈസ്, മെത്തഡോളജിക്കൽ എക്സ്പെർട്ടൈസ് ആൻഡ് ഇൻ്റർഡിസിപ്ലിനറി എക്സ്പെർട്ടൈസ്. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇതെല്ലാമാണ് റിസർച്ച് മെത്തഡോളജിയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ നമുക്കിനി നെറ്റിൻ്റെ പേപ്പർ 1 മറ്റൊരു ടോപ്പിക്കായി കമ്മ്യൂണിക്കേഷനിൽ നിന്നും വരുന്ന ചില ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും തുടർന്നുള്ളത് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. മേജർ ലിമിറ്റേഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ്. മേജർ ലിമിറ്റേഷൻ, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ഓരോ ഓപ്ഷനും വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. മേജർ ലിമിറ്റേഷൻ ഓഫ് ദ മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ഫോർ ദ റിസീവർ. ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ഫോർ ദ റിസീവർ. മോർ ടൈം ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ മെസ്സേജ്. So option B, more time is required to produce message. Option C, the success of the program mainly depends upon the producers. The success of program mainly depends upon the producers. And option D, the feedback system is very weak. The feedback system is very weak. അപ്പോൾ ആൻസർ എന്താണ്? The major limitation of mass communication is that the feedback system is very weak. Next one, which of the following steps would you consider the first for an effective communication? നമ്മളിപ്പോൾ പറഞ്ഞ 4 ഓപ്ഷനുകളും സ്റ്റെപ്സുകളാണ്. പക്ഷേ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് വേണ്ടത് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്? Option A, select the channel for communication. Option B, plan the evaluation procedure. Option C, specify the objectives of communication. And option D, identify the various media for communication. The first step for an effective communication is that option C, specify the objectives of communication. എന്താണ്? Specify the objectives of communication. Next one, an effective communication does not require. An effective communication does not require. Option A, changes in speech pattern. Option B, appropriate gestures. Option C, mastery of content. And option D, handsome personality. അപ്പോൾ an effective communication does not require handsome personality. Next one, a teacher will become an effective communicator. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ ടീച്ചർ വിൽ ബിക്കം an effective communicator if or she. Option A, use instructional aids. Option B, helps the students to get meaningful what she or he teaches. Next, option C, ask questions in between the interval of the teaching. Next one, help the students to get correct answers to the questions on the topic. അപ്പോൾ എ ടീച്ചർ വിൽ ബിക്കം ആൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ഇഫ് ഷീ ഓർ ഹി ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഗെറ്റ് മീനിങ് ഓഫ് ടോപ്പിക് വാട്ട് ഹി ഓർ ഷീ ടീച്ചസ്. നെക്സ്റ്റ് വൺ, ഇത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഇഫക്റ്റീവ് ഇഫ് ഇറ്റ് reaches the receiver and intended by the sender. It reaches the receiver as intended by the sender. Next one, effective communication take place when? Effective communication take place when message design incorporates audience.
Next one, judgment sampling is one kind of non-probability sampling. Judgment sampling is one kind of non-probability sampling is used in qualitative research. ഇത് അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഹയർ സെക്കൻഡറിയുടെ ടീച്ചിങ് എക്സാമിനേഷൻസിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇൻ ഹയർ എഡ്യൂക്കേഷൻ ദ സ്റ്റുഡൻസ് ആർ ബെറ്റർ മോട്ടിവേറ്റഡ് ത്രൂ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. ഇൻ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആർ ബെറ്റർ മോട്ടിവേറ്റഡ് ത്രൂ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, മീനിങ്ഫുൾ ലേണിംഗ് ടേക്ക് പ്ലേസ് വെൻ. Meaningful learning take place when the new content being taught is related to the previous knowledge of the student. The new content being taught is related to the previous knowledge of the student. Next one, a university teacher should normally strike a balance between teaching, research and guidance. A university teacher should normally strike a balance between teaching, research and guidance. അപ്പോൾ previous year questions and some മറ്റ് ആ മേഖലയിൽ നിന്ന് റിലേറ്റഡ് ആയ ചില ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നെറ്റിൻ്റെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. കൂടാതെ സബ്ജക്റ്റ് ക്ലാസ്സുകൾ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.